ഒരു രാജ്യത്ത് ഒരു ഇൻ്റർനാഷണൽ ടീം, അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ മെസ്സി അടങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടീം വരുന്നു. ദേ ഹാവ് എ പ്രോട്ടോകോൾ. ദ പ്രോട്ടോകോൾ ഇസ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിക്കണം, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കേരള ഫുട്ബോൾ അസോസിയേഷനെ അറിയിക്കണം. അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസിൻ്റെ വയലേഷൻ കൂടിയാണ്. അവരാരും അറിഞ്ഞിട്ടില്ല. ഞാൻ നവാസ് മീരാനുമായിട്ട് സംസാരിച്ചതാണ്, കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ്. അവർക്കൊന്നും ഇതിൽ യാതൊരു റോളും ഇല്ല. അപ്പോൾ ദുരൂഹതകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരു അകലുന്ന സാഹചര്യമില്ല. അപ്പോൾ മെസ്സി വരുന്നില്ല എങ്കിലും എനിക്ക് ഈ റിട്ടേൺസ് വേണ്ട, 70 കോടി രൂപ എനിക്ക് വേണ്ട, ഞാനത് ആ നഷ്ടം സഹിക്കാൻ തയ്യാറാണ് ഒരു ലാർജർ കോസിന് വേണ്ടി. ഇപ്പം നാളെ വേറൊരാൾ വരികയാണ്, നാളെ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വേറൊരു ഇവൻ്റ് ഇവിടെ നടത്തുകയാണ്, അതിനനുസൃതമായി സ്റ്റേഡിയം മോഡിഫിക്കേഷൻ നടത്തണം, അപ്പോൾ അതിനെനിക്ക് അനുമതി തരൂ. അപ്പോൾ ഇതിനൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ട്, അതിൻ്റെ വയലേഷനും ഉണ്ട്. എന്തെങ്കിലും ഒരു ക്ലോസ് വയലേറ്റ് ചെയ്താൽ ദ സോൾ റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി ഓൺഡ് ബൈ സംബഡി. ആരാണ് എൻ്റെ ഉത്തരവാദി? ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പോൾ ഉമാ തോമസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ നിന്ന് നിലത്തേക്ക് വീണു, ഇതേവരെ ആരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടില്ല. GCD എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് എഞ്ചിനീയർ വന്നില്ല എന്നുള്ളതാണ്. അവിടെ ഒരു താൽക്കാലിക സ്റ്റേജ് കെട്ടി അതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി നോക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. ബസ് ദേ ഷുഡ് ബി ഓണർ ഫോർ എവറിത്തിങ്. ഈ സ്റ്റേഡിയത്തിൻ്റെ ഓണർഷിപ്പ് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്കാണ്. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആണോ നാളെ ഇതിൻ്റെ ലയബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ ആയിട്ട് വരുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന സ്പോൺസർ ആയിരിക്കും. ഇതിൻ്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എങ്കിലും ഞാൻ പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കുറിച്ചിട്ടുള്ള കൃത്യമായി പറയുന്ന കേരള സ്പോർട്സ് ഫെഡറേഷൻ അതുപോലുള്ള ഓർഗനൈസേഷൻസിന് റിട്ടേൺ ആയിട്ടുള്ള എന്തെങ്കിലും പേപ്പേഴ്സ് ഉണ്ടോ, ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ, അതൊക്കെ പരിശോധിക്കണം. ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത് 4 മണിയോടുകൂടി ഇതെല്ലാം അവസാനിക്കും. കാരണം GCD പറഞ്ഞിരിക്കുന്നത്, ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്, അതെല്ലാം നിങ്ങൾക്ക് കൈമാറും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെ നമുക്ക് ആരും ഒന്നും കൈമാറിയിട്ടില്ല. കൈമാറിയാൽ ഈ പ്രശ്നങ്ങൾ കഴിയും. അതിലെ കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ വഴിയാണ് കരാർ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. GCD അങ്ങനെയാണ് ഇപ്പോൾ സംസാരിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നാൽ പോലും ഈ GCD ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറിക്കാൻ പറ്റുമോ? ഞാൻ വീണ്ടും പറയുന്നു, ഓണർഷിപ്പ് GCDക്കാണ്, വരുമാനം GCDക്കാണ്. ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്ന എല്ലാ സ്പോർട്ടിംഗ് ഇവൻറ്റ്സും നോൺ സ്പോർട്ടിംഗ് ഇവൻറ്റ്സിനും എല്ലാം പണം ലഭിക്കുന്നത് GCDക്കാണ്. ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നത് അവരാണ്. ഇതിൻ്റെ കടകളുടെ വാടക ലഭിക്കുന്നത് അവർക്കാണ്. അവർക്കെങ്ങനെ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കും? ഞാൻ പറയുന്നത് ഒരു റാമ്പ് പണിയാണ്, ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ നടുക്കോട്ട് ഒരു റാമ്പ് പണിയാണ്, അത് പറ്റുമോ? അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും അടച്ചു കെട്ടിയിട്ടു, അത് പറ്റുമോ? അത് GCDA ഹാസ് എൻ എഞ്ചിനീയറിംഗ് വിങ്. GCDയിൽ 250 സ്റ്റാഫുണ്ട്. അവരെന്താ ചെയ്യണേ? അവർക്കെല്ലാം ദേ ആർ ഓൾ റെസ്പോൺസിബിൾ ഫോർ ദിസ്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഒരു ഫെഡറേഷൻ ഞങ്ങളെ ഏൽപ്പിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഈ പേപ്പർ കാണുമ്പോൾ മനസ്സിലാവും. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട്. സർക്കാരിന് ഇതിനകത്ത് എന്ത് റോളുണ്ടെന്നാണ്? മന്ത്രി സ്ഥിരം ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ലോക്കൽ ഈ 2 ജനപ്രതിനിധികൾ ഇവിടുത്തെ MLA-മാരാണ്. മന്ത്രി ഇവിടെ വരുമ്പോൾ മന്ത്രി ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത് ഇവിടുത്തെ MLA-മാരെ അറിയിക്കുക എന്നുള്ളതാണല്ലോ. ഞാൻ നിങ്ങളുടെ മണ്ഡലത്തിൽ വരുന്നുണ്ട്, അവിടെ ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റ് വരുന്നുണ്ട്, അത് ഇന്ന കാര്യങ്ങളൊക്കെ നടക്കും. ഇതൊക്കെ എന്തിനാ ഒളിച്ചു വെക്കുന്നതെന്നേ? ഇതൊക്കെ വളരെ സുതാര്യമായ കാര്യങ്ങളാണെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ പോരെ. മന്ത്രി ഇങ്ങനെ വരുന്നു, ഒരു ദിവസം വരുന്നു, റീലിടുന്നു, റീല് ഷൂട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞാൽ മന്ത്രിയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞോ? ഇത് വളരെ കൃത്യമായ ഉത്തരവാദിത്തം അവരെല്ലാം ഏറ്റെടുക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. എനിക്കറിയാം, എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് എന്ന് പറയുന്നത് വേൾഡ് കപ്പ് വരാൻ പോവുകയാണ്. ഈ വേൾഡ് കപ്പ് വരാൻ പോകുന്ന സീസണിൽ അർജന്റീന പോലുള്ള ഒരു രാജ്യം, അവരുടെ ഫുട്ബോൾ അസോസിയേഷൻ അവരിങ്ങോട്ട് വരൂ? എനിക്കറിയില്ല. ഇത് ചില ആളുകൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇനിയിപ്പോൾ അടുത്ത വിൻഡോ എന്ന് പറയുന്നത്, വിൻഡോ എപ്പോഴാന്ന് പറഞ്ഞിട്ടില്ല. അതെ ഞാൻ പറഞ്ഞത്, വേൾഡ് കപ്പ് അതിൻ്റെ തൊട്ടടുത്താണ്. അതിന് മുമ്പ് അങ്ങനെ ഒരു
ഇൻ്റർനാഷണൽ ടൂറിന് അവർ തയ്യാറാകുമോ? വളരെ നല്ല കാര്യമാണ്. വി ആർ എക്സ്പെക്ടിങ് മെസ്സി. കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ്. കേരളമല്ല, ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ്. ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുകയാണ്. നമ്മളെല്ലാം അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാം പൂർണ്ണ പിന്തുണ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകും. പക്ഷേ ദർ ഷുഡ് ബി ക്ലാരിറ്റി. ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്ന ക്ലാരിറ്റി. പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇപ്പോൾ ഇവർ പറയുന്നത് ഈ ഇതുമായി ഫിഫയുമായി ബന്ധപ്പെട്ട് അതിന്റെ മാറിയ റൂൾ അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ മത്സരം നഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർക്കാർ ഞാൻ പറയുന്നത് ഒരു അന്താരാഷ്ട്ര മാച്ച് ഒരു സ്റ്റേഡിയത്തിൽ മണപ്പുറത്ത് നടക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇതിനേക്കാളും നിലവാരം ഉണ്ടാവുമല്ലോ. ഫിഫയുടെ റൂള് മാറിയത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ അംബേദ്കർ സ്റ്റേഡിയത്തിൽ ഫിഫ സൈസ് ആൻഡ് സ്റ്റാൻഡേർഡിലാണ് ഞങ്ങൾ അന്ന് GCDAയുടെ ഓണർഷിപ്പിലുള്ള സ്ഥലം അംബേദ്കർ സ്റ്റേഡിയത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷനും അവരും കൂടി ഇരുന്ന് തീരുമാനിച്ച് ഫിഫ 5 കോടി രൂപ മുടക്കിയിട്ട് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൈസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിലുള്ള ഒരു ടർഫ് കൊണ്ടുവന്നു. അത് അവർ വളരെ കൃത്യമാണ്. അവരുടെ റൂൾ ബുക്ക് വളരെ കൃത്യമാണ്. അത് ഓരോ ദിവസം മാറുന്ന റൂൾ ബുക്കല്ല. അങ്ങനെ മാറിയാൽ തന്നെ ഈ ഒരു ഇവന്റിന് ഇത്രയും കോമ്പറ്റൻസ് നമുക്കുള്ളൂ. മാറിയ റൂൾ അറിയാനുള്ള കേപ്പബിലിറ്റി നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഈ പരിപാടിയും പറഞ്ഞ് നടക്കുന്നത്? ആര് വരും എന്ന് പറഞ്ഞോട്?